ചാന്തുപൊട്ടില് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. രാധാകൃഷ്ണന്റെ ജെൻഡറിനെ കുറിച്ച് തന്നെ ആളുകൾക്ക് സംശയം ഉണ്ടല്ലോ. അയാൾക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലവ് സീക്വൻസ് ആണ്. ഷഹബാസ് അമന്റെ ഫസ്റ്റ് പാട്ടാണത്. ആ ഹമ്മിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ടൈം. ഒരു ദിവസമാണ് അതിന്റെ ഫുൾ റെക്കോർഡിങ്ങിന്. ഞാൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ സിനിമകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒറ്റപ്പാല പശ്ചാത്തലത്തിൽ ഇനി ഒരു കഥയും പറയാനില്ല വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ സിനിമ യാദൃശ്യമായിട്ട് കാണുന്നത്. മരണവീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം. പക്ഷെ നമുക്ക് കാണുമ്പോൾ അതിൽ ഒരുപാട് കോമഡി എലമെന്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. 13ാമത്തെ പടി ഇളകും, സൂക്ഷിച്ചു വരണം എന്ന് പറയുന്നത് അത് അവളെ ഓർത്തിട്ട് ആ പടി ചവിട്ടാതെ കടന്നു പോകുന്നത് അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണല്ലോ. അത് പടിയുടെ ഇളക്കമുണ്ട്, ഈ മ്യൂസിക്കിലൊരു ഇളക്കമുണ്ട്, അവളുടെ മനസ്സിന്റെ ഇളക്കം ലിറിക്സിലുണ്ട്. പുതിയ പിള്ളേര് ഏറ്റവും കൂടുതൽ ആഘോഷിച്ച പാട്ടുകളിലൊന്നാണ് അഴിന്റെ ആഴങ്ങളിൽ. നിരാശാകാമുകന്മാരുടെ നാഷണൽ ആന്താണ്. ലാൽ ജോസ് സാർ അവതരിപ്പിക്കുന്ന കോലാഹലം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ലാൽ ജോസ് സാറുണ്ട്, സന്തോഷ് ചേട്ടനുണ്ട്. സന്തോഷ് ചേട്ടൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ കം ലീഡ് ആക്ടറാണ്. പ്രിയ ഉണ്ട്, ഒപ്പം കുമാർ സുനിൽ. ഹായ്, ഞാൻ ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടില്ല കേട്ടോ, നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. സാർ, എന്തുകൊണ്ടായി കോലാഹലം? ഞാൻ കണ്ടായിരുന്നു പ്രിവ്യൂവിന്. അപ്പോൾ കാണുന്ന സമയത്ത് എനിക്ക് അയാൾ പെട്ടുപോകുന്ന അവസരത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും ചിന്തിച്ചത് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഒരു പെർസ്പെക്റ്റീവിൽ ഇയാളെ എങ്ങനെയായിരിക്കും എഴുതി പുറത്തിറങ്ങണമല്ലോ, അത് എഴുതിയാലേ പറ്റുള്ളൂ. അതായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തുകൊണ്ടാണ് ഇത് ക്യാച്ച് ചെയ്തത് ഈ പടം? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒറ്റപ്പാലം ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു വില്ലേജ് ബേസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സിനിമകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒറ്റപ്പാല പശ്ചാത്തലത്തിൽ ഇനി ഒരു കഥയും പറയാനില്ല. സത്യനന്ദിക്കാട് കുറേ ഗ്രാമീണ സിനിമകൾ ചെയ്തിട്ടുണ്ട്, കമൽ സാറ് ചെയ്തിട്ടുണ്ട്, ഈ മുത്താരംകുന്ന് പിയോ പോലെ സിബി സാറ് കുറേ സിനിമകൾ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ചെയ്ത്, പിന്നീട് ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയൊന്നും ബാക്കിയില്ല ഒറ്റപ്പാലത്ത് നിന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ സിനിമ യാദൃശ്യമായിട്ട് കാണുന്നത്. അപ്പോഴാണ് അയ്യോ ഇത് നമ്മൾ ഓർത്തില്ലല്ലോ, ഇതും കൂടെ നമുക്ക് ചെയ്യാമായിരുന്നു, എനിക്ക് ചെയ്യാമായിരുന്നൊരു സിനിമയാണല്ലോ എന്ന് തോന്നി പെട്ടെന്ന് കണ്ടപ്പോൾ. പിന്നെ ഭയങ്കര ജെനുവിനായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ ആ നാട്ടിൽ ജീവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനത്തെ തറവാടുകളും ഇത്തരം ജീവിതങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഫെമിലിയറാണ്. അതിലിപ്പോൾ ഒരു കള്ളൻ മാത്രമേ പുതിയതുള്ളൂ. ബാക്കി ആ കുടുംബവും കുടുംബാന്തരീക്ഷവും അവിടുത്തെ കഥാപാത്രങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ വളരെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം സിനിമകൾക്ക് സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു സിനിമയിൽ ഒരു താരം ഉണ്ടാവണം. അതായത് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ ഹൗസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും അഭിനേതാവ്. ഇതിൽ അങ്ങനെ ആരുമില്ല. ഒരാളും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരല്ല, ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറല്ല, അത്ര ഫെമിലിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളില്ല. ഇദ്ദേഹത്തെയും പ്രിയനെയൊക്കെ പോലെയുള്ള കുറച്ച് ആളുകളെ മാത്രമേ നമുക്ക് കണ്ട് മുഖപരിചയമുള്ള ആൾക്കാരുള്ളൂ. ബാക്കിയൊന്നും അപരിചിതരായിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഘമാണ്. പുതിയ രണ്ടാമത്തെ പടം ചെയ്യുന്ന ഒരു ഡയറക്ടർ, റൈറ്റർ, ടെക്നീഷ്യൽ ക്രൂ ആണെങ്കിലും ഒക്കെ പുതിയ ആൾക്കാരാണ്. അവരൊരു നല്ല നീറ്റായിട്ടുള്ളൊരു സിനിമ ചെയ്തു എന്നുള്ളതിലൊരു സന്തോഷം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ ബ്രീത്ത് ചെയ്യുന്ന, സിനിമ ഭക്ഷിക്കുന്ന, സിനിമയിൽ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ റിലിജിയൻ സിനിമയാണെന്ന് ഞാൻ പറയാറുണ്ട്, എൻ്റെ പൊളിറ്റിക്സ് സിനിമയാണെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ഇങ്ങനൊരു സിനിമ ആളുകൾ കാണാതെ പോകരുത് എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ റിലീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് അപ്രസക്തമായി പോകുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഇത് പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സന്തോഷനോട് പറഞ്ഞത് ഇതിൻ്റെ കൂടെ ഞാൻ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഞാനിപ്പോൾ തൽക്കാലം ഫ്രീസ് ചെയ്തിരിക്കുക. അപ്പോൾ എനിക്കിത് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി എന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിച്ചോളൂ, ഞാൻ വന്നിരുന്നു തരാം. കാരണം എനിക്ക് ആ സിനിമ അത്ര ഇഷ്ടമായി. അടിപൊളിയാണ്. ഇപ്പോൾ മറവത്തൂർ കനവിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷം, ഇപ്പോൾ ചേക്ക്
ഒരു ഗ്രാമമാണ്. അതേപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലും ഗ്രാമമാണ്. പക്ഷേ ഈ ഗ്രാമത്തിലൊക്കെ ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്, വീടുകളുണ്ട്. ആ വീടൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞതാണ്. ഇതിലും ഇതേപോലൊരു വീടുണ്ട്. ഇപ്പം ലാൽ ജോസ് സാറിൻ്റെ പല പടങ്ങളിലും വീടിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ അനുരാഗ വിലോചനനായി അയാൾ ഇറങ്ങി വരുന്നതും ഒരു വീടാണ്. ആ വീട് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഈ വീട് ഞാൻ നേരിട്ട് കണ്ടതാ. ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വീട് കാണുമ്പോൾ നമുക്ക് തോന്നും അപ്പോൾ ഇതിലൊരു കഥയുണ്ടല്ലോ എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൂടെ ഒരു ഘടകമായോ മനസ്സിലേക്ക് പടം വരാൻ? സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കഥാപാത്രമാണ്. അത് എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാനത് വളരെ ഇപ്പം ഒരു നാടകത്തിന് ബാക്കാർട്ടൺ പോലെ സിനിമയുടെ ഈ കഥ നടക്കുന്ന പരിസരം ആളുകളെ അനുഭവിപ്പിച്ചില്ലെങ്കിൽ സിനിമ മനസ്സിൽ നിൽക്കില്ല. ഇപ്പം ആ വീടിന് മുമ്പിലുള്ള ഇടവഴി, അത് ഒരു റെയിൽവേ പാലത്തിന് അടിയിൽ കൂടെയുള്ള അതിലേക്കുള്ള ഒരു എൻട്രൻസ്, അത് നിൽക്കുന്ന സ്ഥലം, മുന്നിൽ കൂടെ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്ന സംഗതി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ ഈ കഥയിലേക്ക് ഇന്നായി. ഇതെവിടെയാണ് നടക്കണതെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ പശ്ചാത്തലത്തിനെ പരിചിതമാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നല്ല സംവിധായകരുടെ സിനിമകളിലൊക്കെ അത് ഉണ്ടാവും. ഈ പുതിയ ഡയറക്ടർ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് എന്നെ സിനിമയിലേക്ക് ആദ്യം അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഴും. ഒരു ആ ഓട് പൊളിക്കുന്നത് ചെയ്തത് ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടാണ്. അപ്പൊ അതൊരു സിനിമയുടെ ക്ലാസ് എന്താണെന്നുള്ളത് തുടക്കത്തിലെ നമ്മളെ ബോധ്യപ്പെടുത്തും. പിന്നെ സിനിമയിലേക്ക് കയറുന്ന അപ്പം തന്നെ നമ്മൾ സിനിമയിലേക്ക് കയറി. പിന്നെ അപരിചിതമായ മുഖങ്ങൾ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ആളുകൾ നമ്മളുടെ ഈ മസിൽ മെമ്മറി എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മളുടെ മെമ്മറിയിലുള്ള ആളുകളല്ലാത്ത ആളുകൾ വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ടൈം എടുക്കും. ആ ടൈം ഈ സിനിമയും എടുക്കുന്നുണ്ട്. പക്ഷെ അവർ വളരെ ബ്യൂട്ടിഫുള്ളി നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. അത് റിയൽ ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. ഇവരൊക്കെ അവിടെ ശരിക്കുള്ള ആൾക്കാരാണ്, ക്യാമറയിൽ എങ്ങനെയോ കുടുങ്ങിപ്പോയതാണെന്ന് തോന്നുന്ന പോലെ. ഇപ്പം ഒരു കള്ളനെ ഫോളോ ചെയ്ത് വരുമ്പോൾ അറിയാതെ ആ ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടുപോയ ആൾക്കാരാണ് ഈ കഥാപാത്രങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന അത്രയും സ്വാഭാവികമായിരുന്നു. ആ കാസ്റ്റിംഗ് ഒക്കെ രസമുണ്ട്. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അതാണ് എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വരേണ്ടതുണ്ട്. സന്തോഷ് ചേട്ടാ, ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ആക്ടർ കൂടെയാണ്. അപ്പോൾ ഈ കള്ളൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. നമുക്ക് കള്ളൻ്റെ കഥകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മണിയമ്പിള്ള എന്ന് പറയുന്ന കള്ളൻ പുസ്തകം എഴുതിയപ്പോൾ അത് ഭയങ്കരമായിട്ട് വിറ്റഴിയും ആ കഥകളൊക്കെ നമ്മളിങ്ങനെ ആവേശത്തോടെ കേട്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ കള്ളൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ കള്ളൻ നമുക്കിഷ്ടമില്ല, പക്ഷെ നമുക്കിഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? ഇതിൻ്റെ ഒരു വൺ ലൈൻ ത്രെഡ് എന്നോട് ഇതിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ വിശാൽ അത് പറഞ്ഞപ്പോൾ അത് വളരെ രസകരമായ സബ്ജക്റ്റായി തോന്നി. ഇതിനകത്ത് ഉള്ള ആ ഒരു വൺ ലൈൻ ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ളൊരു വൺ ലൈൻ ആയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കതിന് കുറേ സാധ്യതകളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ കള്ളൻ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു യുണീക്ക് സബ്ജക്റ്റാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ മീശമാധവനെ പോലത്തെ കുറേ കഥകൾ നമുക്കറിയുന്ന സംഭവമാണ്. അപ്പോൾ ഞാനും റഷീദാണ് ഞാൻ ഡയറക്ടർ, ഞാനും റഷീദും വിശാലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ആ സബ്ജക്റ്റിനെ നമ്മളൊന്ന് വിപുലീകരിച്ച് ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റായി വരുന്നത്. ആ സ്ക്രിപ്റ്റായി വന്നപ്പോൾ അത് കുറച്ചും കൂടുതൽ ഭംഗിയായി. പിന്നെ ആ സ്ക്രിപ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയ ആ സങ്കല്പ സീനുകളൊക്കെ നമ്മൾ ഈ ലൊക്കേഷനിൽ പോയപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് റഷീദ് പറഞ്ഞു, ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ റഷീദും വിശാലൊക്കെ ചേർന്നാണ് ഇവിടെ സെറ്റൊക്കെ സൃഷ്ടിച്ചതും. പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ അതിനുശേഷമുള്ള പരിപാടി നമ്മളൊന്നിച്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അവർ ആ സ്ക്രിപ്റ്റും ഈ ലൊക്കേഷനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഈ സ്ക്രിപ്റ്റ് കുറച്ച് മോഡിഫൈ ചെയ്ത് ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് ആപ്റ്റാക്കി മാറ്റി. അപ്പോൾ അതാണ് കുറച്ച് കൂടുതൽ ആകർഷണീയമായി മാറിയത്. ഞാൻ ഈ സ്ക്രിപ്റ്റ് അവിടെ പോയി ഇത് വായിക്കുമ്പോൾ അവിടെ വെച്ച് എഴുതിയ പോലത്തെ ഒരു ഫീലായിരുന്നു. അതെല്ലാം കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. റെയിൽവേ പാലം, കമാനം, ട്രെയിൻ പോകുന്ന ഇടവഴി, ആക്സസ്, അതൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ രസകരമായിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റും കൂടി കണ്ടതുകൊണ്ടാണ് ആ ഒരു സിനിമ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. പിന്നെ അതിനകത്ത് കള്ളനാവാൻ ഒരു നായകൻ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പ്രൊഡ്യൂസറായി ഞാൻ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. ഞാനൊരു കള്ളനാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുമല്ലേ, ബേസിക്കലി ഞാനൊരു കള്ളനാണ്, എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് റഷീദിൻ്റെ മുകളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ഞാനൊരു അഭിനയിക്കാൻ വലിയ കഴിവുള്ള ആളെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഒരിക്കലും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ ചെയ്ത സിനിമകളൊക്കെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് 70-80 അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും എൻ്റെ ഡയറക്ടറുടെ കഴിവാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിന് എന്നെ അഭിനയിപ്പിക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലും അദ്ദേഹത്തിന് വളരെ കുറേ ചാലഞ്ചിങ്. റഷീദിന്റെ തന്നെ ഷോർട്ട് ഫിലിമിൽ അത് ഞാൻ തന്നെയാണ് ചെയ്തത്. അതിനകത്തെ ക്യാരക്ടർ ഞാൻ തന്നെയായിരുന്നു. പക്ഷെ അതിപ്പോഴും മോസ്റ്റ് ട്രെൻഡിങ് ഷോർട്ട് ഫിലിംസ് ആയിട്ട് ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ക്യൂ ചാനൽ റിലീസ് ചെയ്തതാണ്.
അപ്പം അങ്ങനെ കുറേ ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് ഞാനും റഷീദും പിന്നെ ഇതിന് സിനിമാറ്റോഗ്രാഫർ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട് ഷിഹാബ് ബോങ്ങലൂർ. നമ്മൾ 3 പേരുടെ ഒരു കെമിസ്ട്രി ഈ ഓവർ ദ പീരീഡ് ഓഫ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ക്രിയേഷൻ ടൈമിൽ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവാൻ തുടങ്ങി. നമുക്ക് 3 പേർക്ക് ഒരു ജെൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവാൻ കുറച്ച് തുടങ്ങി. അങ്ങനെ പക്ഷേ ആദ്യമായിട്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂലൊക്കെ പറയായിരുന്നു ഈ ഒരു കള്ളൻ്റെ സ്വഭാവം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ മറ്റുള്ള സിനിമകളിലൊക്കെ കണ്ടു പഠിച്ചതാണ്. അപ്പോൾ മീശ മാധവൻ, പിന്നെ തട്ടി കൊച്ചിൻ അനീഫ, ബനിയനൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രം എപ്പോഴും എൻ്റെ മനസ്സിൽ കള്ളനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വിമാനം ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഷൂട്ടിനൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു കഥാപാത്രം ഇവിടെ റഷീദ് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ടുള്ള ആ ഒരു സംഭവം കാണിച്ചപ്പോൾ ഇതെന്താ സംഭവം ചോദിച്ചു. ഞാൻ പറഞ്ഞു കള്ളനാണെന്ന് പറഞ്ഞു. ഇതല്ല, ഇത് തീരെ ഗതിയില്ലാതെ ഒരു ഗതിയും പരഗതിയില്ലാതെ കള്ളനായി മാറേണ്ടി വന്ന സാഹചര്യത്തിലൊരു സാധാരണ മനുഷ്യനാണ് നിങ്ങൾ. അങ്ങനെ ആ ഒരു കഥാപാത്രം ആകാൻ ഞാൻ കുറച്ച് സമയം എടുത്തു. ശരിക്കും എൻ്റെ സങ്കല്പത്തിലുണ്ടായ കഥാപാത്രത്തിനൊക്കെ ഞാൻ മാറ്റിക്കളഞ്ഞു. പിന്നെ ഒരു ബ്ലാങ്ക് പേപ്പറാക്കി ഇദ്ദേഹത്തിൻ്റെ ആ കള്ളനെ ഞാൻ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ 5-6 മണിക്കൂർ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. പിന്നെ അതിന് ശേഷം അതിനകത്ത് സെറ്റാകാൻ പറ്റി. അത് നമ്മുടെ ടീമിൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അത്രയും അത് എല്ലാവരും വളരെ കംഫർട്ടബിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല എൻ്റെ ഒരു കുടുംബം പോലെയാണ്. കാരണം നമ്മൾ അത്രയും ഒരു 3-4-5-6 പ്രോജക്റ്റുകളൊക്കെ നമ്മൾ ചെയ്ത് ഒന്നിച്ച്, അതുകൊണ്ട് എല്ലാവരും എൻ്റെ സ്വന്തം ആൾക്കാർ പോലെയാണ്. ചില സ്ഥലത്തൊക്കെ നിങ്ങളുടെ നടപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ആയിരിക്കും അവിടെ എന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്താ അടുത്ത് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ള ആശങ്കകളുണ്ട്. അപ്പോൾ ആ നടപ്പിനെ ഞാൻ അങ്ങനെ വ്യാഖ്യാനിച്ചു. അത് വ്യാഖ്യാനമാണ്, ട്രോൾ കിട്ടാൻ പറ്റുന്ന വ്യാഖ്യാനം. സുല്ലേട്ട ശരിക്കും കുഞ്ഞില മാസിലമണിയുടെ സിനിമയിൽ കണ്ടിട്ടാണ് സുല്ലേട്ടനെ ഫ്രീഡം ഫൈറ്റിനകത്ത് വരുന്ന ഒരു സ്റ്റോറിയിലുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് റഷീദ് സെലക്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണോ സംഭവം? അതെനിക്ക് കൃത്യമായിട്ട് അങ്ങനെയാണ്. അതിൽ നിങ്ങൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ മൂത്രപ്പുരയെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കുപ്പിലൊഴിക്കാൻ ഞാൻ പറഞ്ഞത് വേറെ അർത്ഥത്തിലല്ല എന്ന് പറയുമ്പോഴാണ് അവർ ലൈംഗികതയെ കുറിച്ച്. അതാണ് അതിന്റെ ഒരു പ്രസന്റേഷനും ഭയങ്കര രസം ഉണ്ടാക്കിയത്. അതിന് സീനിനൊരു ഇത് കൊടുത്തതാ. ശരിക്കും ഇതിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇത്രയും വലിയ വാല്യൂ ഉള്ള എന്ന് വെച്ചാൽ ഫേസ് അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നില്ല കോലാഹലത്തിൽ അഭിനയിക്കുന്ന സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫിഗറായിട്ട് ഇയാൾ കൊള്ളാം എന്ന് പറയുന്ന രീതിയിൽ ഉയരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും നല്ല ക്യാരക്ടേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ്? അത് നല്ല ക്യാരക്ടർ തന്നെ. അപ്പോൾ ഇതിൽ റഷീദ് ഇങ്ങനെ വിളിച്ചു കഥ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയയുടെ ഭർത്താവായിട്ട്. അതെ അതെ, പ്രിയയുടെ ഭർത്താവ്. പ്രിയനെ ഞാനാ വിളിച്ച്. ഓ, ഒരു ഭാര്യ വേണം. റഷീദ് ചോദിച്ചു ആരാണ് പറ്റിയ ആളുകളെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള കോഴിക്കോടത്തെ ആർട്ടിസ്റ്റാണ്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പ്രിയ. ഞാനും ഒരു 10-25 വർഷമായിട്ട് നാടകം തന്നെയായിരുന്നു. സോളോ ഡ്രാമയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് വീടുകളിൽ പോയിട്ട് നാടകങ്ങൾ കളിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2001 വീടുകളിൽ പോയിട്ട് കോളിംഗ് ബെല്ലടിച്ചിട്ട് ഒരു നാടകം കളിച്ചിട്ടെന്ന് ചോദിക്കും. അപ്പോൾ അവർ ഒറ്റയ്ക്ക്. അപ്പോൾ അവർ ചോദിക്കും നാടകത്തിനുള്ള വണ്ടി എവിടെ, ആളുകളോടെയെന്ന് ചോദിക്കും. ഞാൻ പറയും ഇല്ല, ഒറ്റയ്ക്കാണ്, ഒന്നുമില്ല. അവർ ഉമ്മറത്ത് നിന്ന് നാടകം കളിക്കും. 10 ആളാണെങ്കിൽ 10 ആൾ. അങ്ങനെ കളിച്ച് കേരളത്തിൽ മൊത്തം നാടകങ്ങളൊക്കെ കളിച്ച് ശേഷം സൂര്യ ഫെസ്റ്റിവലുകളും അവിടെയൊക്കെ ഒരു 10 ദിവസം നാടകം കളിക്കാൻ പറ്റും. പിന്നെ ക്ലബ്ബുകളിൽ കളിക്കാൻ തുടങ്ങി, പിന്നെ പുറത്തൊക്കെ പോയി കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള മോഹം. സിനിമയിലേക്ക് ഒരിക്കലും എത്തൂല, അങ്ങനെ എത്താൻ പറ്റൂല എന്നുള്ളതൊക്കെ ഇതിൽ ചിന്തയിലേക്ക് നടന്നില്ലേ. നാടകക്കാരനായോട് കിട്ടുമൊന്നുമില്ല എന്നുള്ളത്. ലാൽജോ സാറിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട്. ഇല്ല 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 ലാൽജോ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി മോഹൻലാൽ സാർ ഒരു പ്രാവശ്യം എൻ്റെ ഒറ്റയ്ക്കുള്ള നാടകം കാണാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. നാടകം കണ്ടു. അങ്ങനെ ലാൽ സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന സമയത്ത് ലാൽജോ സാറിൻ്റെ പടത്തിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ മോഹൻലാൽ സാർ വന്നിട്ട്, ലാൽ സാറിന് ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. സാറന്ന് ഒരു മയക്കത്തിലായിരുന്നു. അത് കഴിഞ്ഞ് സാറ് വന്നിരിക്കുന്ന സമയത്ത് ലാൽ സാറിനെ കൂട്ടിക്കൊണ്ടോട്ട് പരിചയപ്പെടുത്തി തന്നു. അത് കുമാറാണ്, നാടക നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് സാറന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ അന്ന് പരിഗണിച്ചില്ല എന്നും കൂടെ പറയൂ. ഇല്ല, പരിഗണിക്കാന്നില്ല. സാറ് നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാനതിങ്ങനെ ഈ മനസ്സിൽ അങ്ങനെ കയറി കൂടുന്നുള്ളതാണല്ലോ. നമ്മൾ വെറുതെ പോയി ഇടിച്ചു കയറിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ സിനിമ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇപ്പം ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള സിനിമ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ല. ഈ കോലാഹലം തന്നെ 2 വർഷമായി. അപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ സിനിമയിൽ വന്നത് റിലീസ് ആവാതിരിക്കുമ്പോൾ എത്ര ടെൻഷനാണെന്നറിയാം. നല്ല അടുത്ത സിനിമ കിട്ടുള്ളൂ. അപ്പം മൊത്തത്തിൽ മലയാളികൾ ആരാധിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ടുള്ള ലാൽജോ സാർ ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മൊത്തം മലയാളികൾ ഈ സിനിമ ഇഷ്ടപ്പെടും തന്നെയാണ് എനിക്ക് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ക്രെഡിറ്റ്. അതെ അതെ. അപ്പോൾ അത് എല്ലാവരും ഏറ്റെടുക്കും. ഇത് ഇനിയിപ്പം 11-ാം തീയതിക്ക് ശേഷം അതിനുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിന് നമുക്കൊരു അവസരം തന്ന റഷീദ് പറമ്പിൽ, അതിൻ്റെ റൈറ്റർ വിശാൽ,
ഇത് ഞങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ഷൂട്ടിംഗ് തന്നെയായിരുന്നു. അങ്ങനെയല്ല, ഒരു സ്ക്രിപ്റ്റ് തന്നിട്ട് അതേമാതിരി വായിച്ചിട്ട് അതേമാതിരി കാണാതെ പഠിച്ചിട്ട് അതേമാതിരി ഡയലോഗ് പറയാനൊന്നുമില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് ചെറിയ റിഹേഴ്സലൊക്കെ നോക്കും, എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇമ്പ്രൈസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇംപ്രൂവൈസേഷൻ കഥ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു ചില കോമഡികളൊക്കെ. ഇങ്ങനെയല്ലേ പഠിക്കാന്ന്, ഇംപ്രൂവൈസ് ചെയ്യും. അല്ല, അതിനൊക്കെയുള്ള ഒരു നല്ലൊരു അവസരം തന്ന ഒരു എന്താ പറയാ, ഒരു സംവിധായകന്റെ ഒരു മികവ് തന്നെയാണ് ഞങ്ങളെ സിനിമ. അത് കാരണം 10 സംവിധായകൻ പറഞ്ഞു വന്നിട്ട് ഞാൻ അടുത്തില്ലായിരുന്നു, വൈഡ് ഷോട്ടായിരുന്നു, മൈക്ക് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്താലും ഇവരെടുത്ത് പറയാൻ പറ്റില്ല, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കിത് 10-15 ദിവസത്തിൽ കൂടുതൽ ഞാൻ ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സീൻ ബൈ സീൻ അല്ലല്ലോ ഷൂട്ട് ചെയ്യുന്നത്, അവിടെ ഇവിടേക്കാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്കത് മനസ്സിലാക്കി തരണം എന്നുള്ളതും കൺവേ ചെയ്യിക്കണം എന്നുള്ളതൊക്കെ റഷീദിൻ്റെ ഒരു മികവ് തന്നെയാണ്. ഞങ്ങൾക്കത് ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലാൽജോർ സാർ ഇത് ഏറ്റെടുത്ത് തരണപ്പോൾ ഞങ്ങൾ ക്രൂ മൊത്തം ഭയങ്കര ആഘോഷം. ചിലപ്പോൾ നമ്മളൊക്കെ അത് എല്ലാവരും കാണും, രക്ഷപ്പെടും. ആ വലിയൊരു മനസ്സിലാണ് ഞങ്ങൾ. അതെ, നമുക്ക് സന്തോഷമുണ്ട്. പുതിയ സിനിമകളെ എന്നും അംഗീകരിക്കുന്ന മനുഷ്യനായിരുന്നു. പുതിയ പാത നമുക്ക് മലയാള സിനിമയിൽ കാണിച്ചു തന്ന ഒരു മനുഷ്യനും കൂടെയാണ്. അതുകൊണ്ട് അത് ഹാറ്റ്സ് ഓഫ് കേട്ടോ, ഇങ്ങനെ ഒരു പടത്തെ ഇങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചാൽ. പ്രിയ, ശരിക്കും നിങ്ങൾ രണ്ടുപേരും അവിടെ അപ്പുറത്തുപ്പുറത്ത് നിന്ന് കരയുമ്പോൾ ശരിക്കും സ്ക്രിപ്റ്റ് ആയിരിക്കും നമ്മളെ ചിരിപ്പിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ കരച്ചിൽ എക്സ്പീരിയൻസ്? മൊത്തത്തിലൊരു ക്രൂ, അവിടുത്തെ ആ അന്തരീക്ഷം, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ കുമാരേട്ടൻ പറഞ്ഞ മാതിരി, കുമാരേട്ടൻ പറഞ്ഞിട്ടാണ് റഷീദ് വിളിക്കുന്നത്. അപ്പം ഓരോ സെറ്റിൽ പോകുമ്പോഴും നമ്മൾ എന്താ പറയുക, നമുക്കൊരു വ്യക്തമായ പ്ലാനിങ്ങുകളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ എന്തായിരിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടാവും. പക്ഷേ ഇത് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അപരിചിതത്വം തോന്നിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര നമ്മളെ കംഫർട്ടാക്കിയത്. എല്ലാവരും, കുമാരേട്ടൻ മാത്രമേ ഉള്ളൂ ശരിക്കും എനിക്ക് നേരത്തെ പരിചയമുള്ളത്, ചിത്രേനും അറിയാം ചെറുതായിട്ട്. ബാക്കി എല്ലാവരും എന്നെ സംബന്ധിച്ച് പുതിയ ആൾക്കാരാണ്. പക്ഷെ അത് തോന്നിക്കാതെ നമ്മളെ ഭയങ്കര കംഫർട്ട് ലെവലിൽ നിർത്തിയിട്ട് നമ്മളെ ശേഷം മൈക്കിൾ ഫാത്തിമയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഇല്ല, ഞാനും കുമാരേട്ടനും ഉണ്ടായിരുന്നത് ശ്രീധന്യ കാറ്ററിംഗ് സർവീസില് ആങ്ങളെയും പെങ്ങളുമായിട്ടാണ്. പിന്നെ അതിനുശേഷം 18+ ഇങ്ങേര് നസ്ലിന്റെ അച്ഛനായിട്ടും ഞാൻ നായികയുടെ അമ്മയായിട്ടും ചെയ്തിരുന്നു. അങ്ങനെ. പക്ഷെ ഞങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നാടകപരമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പരിചയവും അടുപ്പവും ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി. കോ ആക്ടർ എപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ ചെയ്താൽ നന്നാവൂലേ കുമാരേട്ടൻ? അപ്പോൾ കുമാരേട്ടൻ വേറൊരു സജഷൻ പറയും. അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ റഷീദും അങ്ങനെ ഇന്നത് തന്നെ പറയണം എന്നുള്ളൊരു സാധനം ഇല്ല. ഇന്നതൊക്കെയാണ് നമുക്ക് വേണ്ടത്, അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക ചെയ്തു നോക്കൂ എന്ന് പറയും. പറ്റില്ലാത്ത സ്ഥലം മാത്രം കട്ട് പറയും എന്ന് പറയും. പക്ഷെ ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് വലിയ കട്ടൊന്നും വേണ്ടി വന്നില്ല അല്ലേ ഋഷി? ഈ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടത് ശേഷം മൈക്കിൾ ഫാത്തിമയാണ്. അത് തിയേറ്ററിൽ എത്രയും വന്നില്ലെങ്കിൽ പോലും കണ്ടവരൊക്കെ അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് വേഷം കിട്ടുക, ഇപ്പോൾ നിങ്ങളുടെ നൈറ്റി മാറി കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. നൈറ്റിയാണ് ഞങ്ങളെ മനസ്സിൽ ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ നൈറ്റിയെ സംബന്ധിച്ചൊരു അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ? ആ നൈറ്റിന്ന് മാറാനാണ് ഗോളം വന്നപ്പം അതിൽ ഒറ്റ ലേഡി പോലീസേ ഇല്ലൂ എന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യണം. അപ്പൊ പോലീസ് വേഷം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇത്തിരി ഭയങ്കര കംഫർട്ട് അല്ലാത്തൊരു വേഷമാണ്. എങ്കിൽ പോലും അത് ചെയ്യാം. ഒരു നൈറ്റിന്നൊരു മോചനം എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് വേണമല്ലോ. അതുകൊണ്ട് ഗോളം നല്ലൊരു സിനിമയായിരുന്നു. ആ ഗോളം നല്ല സിനിമയായിരുന്നു. അത് പുതിയ ഡയറക്ടറാണ്. അങ്ങനെ. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ നൈറ്റ് കൊണ്ടുവരുമ്പോഴേ നിങ്ങൾ കോസ്റ്റ്യൂമറോട് പറയും. അതെ. പ്രേമലൂലാണെങ്കിലും നൈറ്റി നിസാർക്ക് എനിക്ക് നേരത്തെ പരിചയമുള്ള, കപ്പേള മുതൽ എനിക്ക് പരിചയമുള്ള കോസ്റ്റ്യൂമറാണ്. അപ്പൊ നല്ലൊരു നൈറ്റി, നല്ല ഭംഗിയുള്ള. അപ്പൊ കൊണ്ടുവരുമ്പോ തന്നെ നിസാർക്ക് പറഞ്ഞു, പ്രിയച്ചി അടിപൊളി നൈറ്റിയാണ്. എപ്പോഴും കൂറാൻ നൈറ്റി ഇരിക്കും. അപ്പൊ ഞാൻ നോക്കിട്ട് പറഞ്ഞു നിസാർക്ക് പൊളിച്ച് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ഇടുന്നു. ഗിരീഷിനെ കൊണ്ട് കാണിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ സാറിനെ കാണിക്കാൻ വേണ്ടി പോകുന്നു. നിന്നപ്പോൾ ഗിരീഷ് നോക്കിയിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇത്ര ഷേപ്പുള്ള ഇത്ര നൈറ്റിയുടെ ഈ ഒരു നൈറ്റിയുടെ ആവശ്യമില്ല, കുറച്ച് പഴയ നൈറ്റി കൊടുക്കുന്നു. അതോടുകൂടി ആ നൈറ്റി പോയി വീണ്ടും ആ പഴയ നൈറ്റിയിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴും റഷി ചേച്ചി ഒരു പഴയ നൈറ്റി ഇട്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് പഴയ നൈറ്റി. അപ്പൊ തന്നെ നല്ലൊരു ഡ്രസ് ഇനി ഇടണമെങ്കിൽ സാറിന്റെ പേര് ഡയറിയിലൊന്ന് എഴുതി വെച്ചിട്ട്, സാറിന്റെ ലിസ്റ്റിലുള്ള ഡയറിയിലൊന്നും എഴുതിയിട്ട് അടുത്ത പടത്തിന് ഒരു നല്ലൊരു അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ തന്നെ ചോദിച്ചാൽ ഇവിടെ നാന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ വേഷം കിട്ടുക. പണ്ട് ശാന്താദേവി ചേച്ചി വരുമ്പോ തന്നെ ഈ
മുസ്ലിം വൃദ്ധയുടെ വേഷം കയ്യിലുണ്ട്. അപ്പൊ ക്യാരക്ടറും ചോദിക്കില്ല, വന്നിട്ട് പുള്ളിക്കാരി അതൊക്കെ ഇട്ട് അലിക്കത്തൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നിൽക്കും. കാരണം അറിയാം ഇതിനാണ് ഈ വിളിക്കുന്നത്. അതുപോലെ ഈ ഞങ്ങള് പറയും ശ്രീരാമേട്ടൻ ഈ താടി പഠിക്കാത്തത് വെച്ചാൽ എല്ലാ സിനിമയിലും മൊയിലേറെ ആയിട്ട് ചില ആളുകള് ചില ക്യാരക്ടേഴ്സിൽ ഭയങ്കര ആക്റ്റാവും, പിന്നെ അതിൽ നിന്ന് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. സുരഭി എൻ്റെ സിനിമകളിൽ ആദ്യം അഭിനയിക്കുന്ന ഈ അവാർഡൊക്കെ കിട്ടുന്നതിന് മുമ്പ് അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ ഒരു നല്ല നന്നായി പെർഫോം ചെയ്യുന്ന എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ ക്യാരക്ടർ അവളെ വിളിച്ച് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 7 സുന്ദര രാത്രികളിലാണ് തോന്നുന്നു പിന്നെ വീണ്ടും ഒരു ക്യാരക്ടർ ഞാൻ വിളിപ്പിച്ചു. അപ്പോൾ പുള്ളിക്കാരി അതുപോലെയുള്ള സാരി, പഴയ സാരിയൊക്കെ റെഡി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ചുരിദാറും ജീൻസൊക്കെ ഇടുന്ന വേഷമാണ്. അപ്പം എൻ്റെ പൊന്ന് സാറേ, എനിക്ക് ഒരു ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നൊരു വൃത്തിയുള്ള വേഷത്തിൽ. അപ്പൊ മേക്കപ്പ് മാനൊക്കെ വിളിച്ചിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ കൊണ്ടാ ഞാനൊന്ന് സുന്ദരിയാവട്ടെ. സിനിമയില് ഒരിക്കലും ലിപ്സ്റ്റിക് ഇടാനൊന്നും സമ്മതിച്ചിട്ടില്ല, മേക്കപ്പ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ആ സിനിമയിൽ ഞാൻ പറഞ്ഞു, ഇതിൽ നീ സുന്ദരിയായിട്ടാണ് അഭിനയിക്കുന്നത്, അതുകൊണ്ട് ഇഷ്ടംപോലെ മേക്കപ്പ് ഒക്കെ ഇട്ടോളാം. ഇതിലും പാട്ടുകൾ ഇപ്പം പുതിയ കാലഘട്ടത്തിലെ പാട്ടുകളാണ്, ആ ശൈലിയിൽ തന്നെ ഉള്ള ലിറിക്സ് ഉള്ള ഒരു പാട്ടാണ് ഇതിനകത്ത് ഞാൻ കണ്ടത്. അപ്പോൾ അതൊരു പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാട്ടും കൂടിയാണ്. കുറച്ച് മുമ്പാണ് നിങ്ങൾ ഇതിൻ്റെ പരിപാടി തുടങ്ങിയത്, പക്ഷേ ആ പാട്ടൊക്കെ വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണോ? അല്ല, ശരിക്കും ആ പാട്ട് അതിൻ്റെ കൂടെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ്. നമുക്കൊരു 5 പാട്ട് നമ്മളതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 5 പാട്ടും 5 വ്യത്യസ്ത തരത്തിലുള്ളത് ആവണമെന്നുള്ള നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് എവിടെയൊക്കെ പാട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് നമുക്ക് ഓരോ ഭാഗം കണ്ടുപിടിച്ചിട്ട് അവിടെ അതിനകത്ത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഭയങ്കര ടാലൻ്റായിട്ടുള്ള ഒരു വിഷ്ണു ശിവശങ്കറാണ്. അപ്പോൾ അവരോട് പറഞ്ഞു. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് പിന്നെ ഗണേഷ് മാനത്തേക്കാണ് ലിറിക്സൊക്കെ എഴുതിയത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ പാട്ട് വളരെ ആപ്റ്റായിട്ട് പിന്നെ പാടാൻ നമുക്ക് വിധു പ്രതാപിനെയും കിട്ടി, പിന്നെ ഷഹബാസ് അമൻസാരെയും കിട്ടി. അപ്പോൾ അവർ രണ്ടുപേരും ആ 2 പാട്ടിനും പെർഫെക്റ്റ് ആയിട്ടുള്ള വോയിസും ആയിരുന്നു അതിനകത്ത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, BGM അല്ലെങ്കിൽ മ്യൂസിക്, അതിൻ്റെ കമ്പോസിഷൻ, ലിറിക്സ്, പിന്നെ പാടുന്ന സിംഗർ കൂടി, അത് ശരിക്കും ഫോർ സം റീസൺ നമുക്കൊരു ബ്ലസ്റ്റാന്ന് പറയാം. അതെല്ലാ ഒരു കോമ്പിനേഷനും ആ പാട്ടിന് വന്നു. അപ്പോൾ വിധു പ്രതാപ് പാടിയ പാട്ട് ഓൾമോസ്റ്റ് 1.3 മില്യൺ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് കുറേ ചാനൽ വൈറലായിട്ട് വരുത്താൻ പറ്റിയിട്ടുണ്ട്. സി മ്യൂസിക്കാണ് അത് മ്യൂസിക് എടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ലാൽ ജോസ് സാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല. അതിലെനിക്ക് ഷഹബാസ് പാടിയ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്തിനകത്ത് മുമ്പിലൊരു ഹമ്മിങ് ഉണ്ട്, എലയിലേലേ എന്ന് തുടങ്ങുന്നത്. അത് വന്നിട്ട് അത് പോയിട്ട് ലാലല്ല താനന്ന എന്ന് പോയി നിൽക്കില്ലേ. അപ്പം ശരിക്കും ആ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഹമ്മിങ് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ ഫുൾ അവരവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഫുൾ അതിനകത്തുണ്ട്. ആ ഹമ്മിങ്ങിലുണ്ട്, അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു പീക്കുണ്ട്. ശരിക്കും അവരുടെ പ്രേമത്തെ എങ്ങനെയാണോ ആ ഹമ്മിങ് അടയാളപ്പെടുത്തുന്നത്. ഹമ്മിങ് മുമ്പും ഇപ്പോൾ കരിമിഴിക്കുരുവിയെ കണ്ടില്ല, അതിനകത്തൊക്കെ ഹമ്മിങ് കിടപ്പുണ്ട്. ആ ഹമ്മിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്രയേറെ കൊടുത്തില്ലെങ്കിൽ, അത്രയേറെ ഭാവം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വരില്ല. ഈ 2 ഹമ്മിങ്ങിനെ സംബന്ധിച്ചും ഞാൻ വിദ്യാജയെ കണ്ടപ്പോൾ ചോദിക്കാൻ വിട്ടുപോയ 2 കാര്യങ്ങളാണ്. ഇതിൻ്റെ ഹമ്മിങ്, ആ ഹമ്മിങ്ങിലൊരു വികാരമുണ്ട്, ഹമ്മിങ്ങിലൊരു സ്റ്റോറി ഉണ്ട്. അതങ്ങനെ തന്നെ വരണമെന്ന് നിശ്ചയിച്ചിരുന്നതോ, എങ്ങനെയാണത് അത് സംഭവിച്ചത്? അല്ല, ചാന്തുപൊട്ടിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. കാരണം രാധാകൃഷ്ണൻ്റെ എന്താ പറയുക, ജെൻഡറിനെ കുറിച്ച് തന്നെ ആളുകൾക്ക് സംശയം ഉണ്ടല്ലോ. അപ്പം അയാൾക്കൊരു പ്രണയം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അയാൾക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലവ് സീക്വൻസ് ആണ്. അത് മാത്രമല്ല, അതിൽ ലവ് മേക്കിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഏറ്റവും സഭ്യമായിട്ട് എൻ്റെ പ്രേക്ഷകരൊക്കെ കുടുംബ പ്രേക്ഷകരും കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാന്നുള്ളത് ആലോചിച്ചപ്പോൾ അതിനെ ഈ മ്യൂസിക്കലായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ മറികടന്ന് പോകാൻ പറ്റുള്ളൂ. മ്യൂസിക്കിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മളുടെ ചിലപ്പോൾ കുറച്ച് ജുഗുപ്സ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറച്ച് റിപ്പൾസീവായി തോന്നുന്ന കാര്യങ്ങളെ പൊതിയാൻ ഏറ്റവും നല്ല കളർ പേപ്പർ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അപ്പോൾ വിദ്യക്ക് ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലായിരുന്നു. ഷഹബാസ് അമൻ്റെ ഫസ്റ്റ് പാട്ടാണത്, ആദ്യമായിട്ട് പാടുന്നതാണ്. ആ പാട്ടിൽ ആ ഹമ്മിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ടൈം. ഒരു ദിവസമാണ് അതിൻ്റെ ഫുൾ റെക്കോർഡിങ്ങിന്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല
തരത്തിൽ പാടിച്ച് വിദ്യ അതിൻ്റെ ഒരു മാസ്റ്ററാണല്ലോ. അതെ. അതിൻ്റെ ഓപ്പണിംഗ് പ്ലസ് ഈ കടലിനെ അഡ്രസ്സ് ചെയ്യണം, തിരകളെ അഡ്രസ്സ് ചെയ്യണം, ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പ്രണയത്തിലേക്ക് ഉള്ള ഈ ഫ്രണ്ട്ഷിപ്പും പ്രണയവും ഒരു ചെറിയ ലൈനിൻ്റെ അപ്പുറത്തുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബെസ്റ്റി എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ പണ്ടും ഈ സൗഹൃദം ഒരു നൂലുമുക്കോടെ നടക്കുന്ന പോലെയാണ്. ഇങ്ങോട്ട് വീണാൽ അത് പ്രണയമാവും എന്ന് പറയുന്ന പോലെ. ഇപ്പം എപ്പോഴാണ് ഇത് പ്രണയത്തിലേക്ക് പോകാന്ന് അറിയില്ല. അങ്ങനെ ഒരു ബോർഡർ ലൈനിലുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നമ്മൾ ആ പാട്ടിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ മ്യൂസിക്കാണ് അതിനെ സഹായിച്ചത്. അതേ സമാനത ഉള്ളൊരു പാട്ട്, ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളതപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നതേ ഉള്ളൂ. ONV സാറിൻ്റെ റൈറ്റിംഗ് ആണ്. പക്ഷേ അവസാനം വരെ കാമുകൻ നോക്കി നിന്നതേ ഉള്ളൂ. പക്ഷേ ഇടയ്ക്കൊരു ഹമ്മിങ് ഉണ്ട്. ആ ഹമ്മിങ്ങിൽ ഇതേപോലെ തന്നെ ഹമ്മിങ് കൊണ്ട് നിർത്തുന്നതെന്ന് പറഞ്ഞത് പീക്കിൽ കൊണ്ടുവന്ന് നിർത്തും. അത് കഴിഞ്ഞിട്ട് ഒരു തലം മാത്രം വിടർന്നൊരു, ശരിക്കും അവിടെ കാമുകൻ്റെ മനസ്സിനകത്ത് ഈ കാമുകൻ തൊട്ടില്ലെങ്കിലും, ONVയുടെ കാമുകൻ തൊട്ടില്ലെങ്കിലും MG സാറിൻ്റെ കാമുകൻ തൊട്ടു മാത്രമല്ല അതിൻ്റെ എല്ലാ അവസ്ഥകളും. അതൊരു ഭക്തിയല്ല. ഭക്തിയാണെങ്കിൽ ഒരു പക്ഷേ ഇറക്കം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്തു. അവസാനം ഒരു തലം മാത്രം. അതേ അവസ്ഥയായിരുന്നു ഈ പാട്ടിൽ എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ ആ ഹമ്മിങ്ങിനകത്ത് തന്നെ എന്താണോ നമ്മൾ യഥാർത്ഥത്തിൽ പറയാറുള്ള എറോട്ടിക് ആയിട്ടുള്ള ലൈൻസ് ഇല്ലാതെ എങ്ങനെയാണിത് പറയാൻ പറ്റുന്നത്? സൂപ്പർ ബ്രില്യൻ പാട്ടാണ് അത്. ശരിക്കും കരിമിഴിക്കുരുവിയിലും അതേ ഒരു ഹമ്മിങ് രസമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഹമ്മിങ് പാടുമ്പോൾ ഇവരുടെ ഇമോഷൻസ് ആ രീതിയിൽ തന്നെ വരണമെങ്കിൽ ആ ഗായികമാരൊക്കെ അത്തരം ഒരു ഭാവം ഉൾക്കൊള്ളണ്ടേ? അതൊരു ഭയങ്കര ഒരു വർക്കല്ലേ അത്? ഈ ഹമ്മിങ്ങുകളുടെ രാജകുമാരി സുജാതയാണ്. പണ്ട് ഈ പ്രിയൻ സാറിൻ്റെ പടങ്ങളിലെല്ലാത്തിലും ഹമ്മിങ്ങുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഹമ്മിങ്ങിന് സുജാതേച്ചിനെയാണ് വിളിക്കുക. സുജാതേച്ചി വന്നിട്ട് പാടിയാലേ ഈ പ്രണയം അത്രേ ഉള്ള ഒരു ശബ്ദമാണ്. അതെ അതെ അതെ, അത് ഭയങ്കര രസമുള്ളതാണ്. പാട്ടുകളെ കുറിച്ച് ഒരുപാടുണ്ട് കേട്ടോ. അതായത് ലാൽജോസിന്റെ സിനിമകളിൽ പാട്ടുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞങ്ങൾക്ക് അതിനെ ഭയങ്കരമായിട്ട് അല്ല, ഒരു സിനിമയിലെ ഒരു ഏരിയന് കടന്നു പോകാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് പാട്ട്. അതെ, പാട്ടുകളെ ഞാൻ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചിലപ്പോൾ കഥ ഒരു ഘട്ടത്തിലെത്തി നിന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്കുള്ള പാലമാണ് ചിലപ്പോൾ പാട്ട്. അതിലൊരു എന്ന് പറഞ്ഞാൽ സിയോൺ മണവാളൻ യേശുനാഥരാജൻ അച്ഛനുറങ്ങാത്ത വീടിനകത്ത്, അതിൽ ആദ്യം കേൾക്കുമ്പോൾ നമ്മളൊരു ഭക്തിഗാനത്തിൻ്റെ മൂഡിലാണ് അത് കേൾക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് കൊണ്ടുവന്ന് രണ്ടാമത് പ്ലേസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മാറുന്നത്. അത് എല്ലാവർക്കും അത് കിട്ടിയോന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ഹൈ ആണ് കിട്ടിയത്. കാരണം ആ പാട്ട് അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് മാറുകയാണ്. ഒരേ സാധനമാണ് അത് രണ്ടാമത് പ്ലേസ്. അതാണ് ഒരു ബ്രില്യൻസ് എന്ന് തോന്നിയത് എനിക്ക്. ആ പാട്ട് പ്ലേസ് ചെയ്യുമ്പോൾ അതിന് മുമ്പേ തന്നെ അത് അങ്ങനെ തന്നെ ആയിരുന്നോ? സ്ക്രിപ്റ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നോ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു? അല്ല, അങ്ങനെ പ്ലേസ് ചെയ്യാൻ തന്നെയാണ് ആ പാട്ട് ഉണ്ടാക്കിയത്. അതിപ്പോൾ പല സിനിമകളിലും ആ ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ്മേറ്റ്സിൽ എൻ്റെ കൽബിൽ എന്ന് പറയുന്ന പാട്ട് ആദ്യം ഒരു രീതിയിലും രണ്ടാമത് ആ പാട്ട് സിനിമയിൽ വരുമ്പോൾ അത് വേറെ കുറേ സ്റ്റോറീസ് അഴിക്കാൻ വേണ്ടിയിട്ട് ആ പാട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണത്. ഒരു ഏരിയ കടന്നു, അല്ലെങ്കിൽ ഒരുപാട് 10-20 സീനുകൾ കൊണ്ട് മാത്രം കടന്നു പോകാവുന്ന ഒരു ഏരിയ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒരു സോങ്ങിലൂടെ ആ ഏരിയ മുഴുവൻ പറഞ്ഞു പോകാൻ പറ്റുക എന്ന് പറയുന്ന സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ടൂളാണത്. ലാൽജോസ് സാറിനെ കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ചോദിക്കുന്നത്. നമുക്ക് കോലാഹലത്തിലേക്ക് തിരിച്ചു വരണം. ഒരു ചോദ്യം കൂടെ ഞാൻ എന്തായാലും ചോദിച്ചോട്ടെ. ഈ അനുരാഗ വിലോചനായി അതിനകത്ത് മ്യൂസിക് ചെയ്യുമ്പോൾ വിദ്യാജിയുടെയാണ്, അതിനകത്തൊരു അടി ഇട്ടിട്ടുണ്ട് അതിനകത്ത് അടിയിൽ ആ മ്യൂസിക്കിൽ. പക്ഷെ ആ അടിയും ആ പടിയുടെ ഇളക്കമില്ലേ, ആ ഇളക്കവും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ആ പടി ഇറങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ പാട്ട്. ആ പാട്ടിൽ തന്നെ പടിയുണ്ട്, മൊത്തം പടിയാണ് ആ പാട്ട്. അപ്പോൾ പടി ഇറങ്ങുന്നതും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശരത്തേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിളനക്കം ശരിക്കും അപ്പോൾ എറോട്ടിക്കാണ് എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അതിനൊരു ഭാവമുണ്ട്. പക്ഷെ ആ മ്യൂസിക് അതിൻ്റെ കൂടെ ചെന്ന് ഈ പടിയിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ താളം പോലെ അതിനകത്ത് കിടപ്പുണ്ട്. ഇന്നറിൽ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാവും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഡയറക്ടർക്ക്? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. 13ാമത്തെ പടി ഇളകും, സൂക്ഷിച്ചിട്ട് ശബ്ദം കേൾക്കാതെ വരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രാമത്തെ
പടി ഇളകിയിട്ടുണ്ട്, ചവിട്ടാതെ സൂക്ഷിച്ചു വരണം എന്ന് പറയുന്നത് അത് അവളെ ഓർത്തിട്ട് ആ പടി ചവിട്ടാതെ കടന്നു പോകുന്നത് അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണല്ലോ. പക്ഷെ അത് സൂപ്പറായിരുന്നു. അത് പടിയുടെ ഇളക്കമുണ്ട്, ഈ മ്യൂസിക്കിലൊരു ഇളക്കമുണ്ട്, അവളുടെ മനസ്സിന്റെ ഇളക്കം ലിറിക്സിലുണ്ട്. മൊത്തത്തിലൊരു ഇളക്കമായിരുന്നു. അല്ല, അത് ആ റൈറ്ററുടെയും മ്യൂസിക് ഡയറക്ടറുടെയും മനസ്സിലേക്ക് ആ സ്ക്രിപ്റ്റ് അത്രയും നന്നായി കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ, ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ആ പാട്ടിൽ വരാൻ പോകുന്ന വിഷ്വലുകളെ കുറിച്ച്, അതിൽ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച്, സീൻസിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് മിക്കവാറും ജെല്ലാവുന്നത് അതുകൊണ്ടാണ്. ഒരു പ്രീ പ്ലാൻഡ് ആണ് അതെല്ലാം. പക്ഷെ ഇത് ഭയങ്കര ബ്ലെൻഡിങ് ആയിരുന്നു, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരാന്നൊക്കെ. പക്ഷെ ആ വിദ്യാജിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിലൊരു കുസൃതി ഉണ്ടാവും. അപ്പൊ ഈ നമുക്ക് അല്ലെങ്കിൽ വൾഗറായി പോകാമാവുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സാധനങ്ങളെ മുഴുവൻ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് ആ മ്യൂസിക് കൊണ്ട്. അതിലത്തെ കുസൃതിയിൽ ഇതെല്ലാം ക്ഷമിക്കബിളായി പോകും. അതടിപൊളിയാണ്. കോലാഹലം മൊത്തത്തിലൊരു ഇളക്കമുള്ള പടമാണ്. എന്തായാലും ഒരു രസം അതിനകത്ത് കിടപ്പുണ്ട്. എനിക്ക് ആ കുടുങ്ങിയതിന് ശേഷം ഞാൻ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയ കോമഡി പോലും നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിപ്പിക്കും. എന്നാന്ന് വെച്ചാൽ കുടുങ്ങിയ അവസ്ഥയിലാണ്, ശ്വാസം വിടുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കുടുങ്ങി പോകുന്നത്. അത് ഭയങ്കര ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു കോമിക് പാക്കേജ് തന്നെയല്ലേ ഇത്? അതെ, ശരിക്കും ഒരു മരണ വീട്ടിലെ കോമഡി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് തന്നെ വളരെ ടഫായിട്ട് സബ്ജക്റ്റാണ്. സാധാരണ മരണ വീട്ടിൽ സങ്കടകരമായ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ആ അവസ്ഥയിൽ ഇതിലൊരു കോമഡി എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് വളരെ കാര്യമായി ചിന്തിച്ചിട്ട് സൃഷ്ടിച്ച കുറേ കോമഡി സീൻസുകൾ അതിനകത്തുണ്ട്. അതാണ് കുറച്ച് ക്യാരക്ടർ, നമ്മൾ ആ സ്പോർട്സ് ക്യാരക്ടറൊക്കെ ഫാൻ ജർമ്മൻ അർജൻറ്റീനൊക്കെ വന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിനെ കൂട്ടത്തിൽ തന്നെ ഈ കള്ളൻ എന്ന് പറയുന്ന സ്വഭാവം ചെറിയ കള്ളനാണെങ്കിലും അദ്ദേഹത്തിനും ഈ കോമഡി എലിമെൻറ്റിലുള്ള കുറേ സാധനങ്ങൾ വേണം. അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഞാനിതിനു മുമ്പ് 1-2 കോമഡി വേഷങ്ങളൊക്കെ ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഡയറക്ടറും വിചാരിച്ചിട്ടുണ്ട് ഇവന് സീരിയസ് ആയിട്ട് നല്ല ചിലപ്പോൾ കോമഡി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി കോമഡി എലിമെന്റ് വന്നത്. ഈ വ്യസനസമേതം ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഞാൻ കണ്ടതുകൊണ്ട് പറയാം. വിലാസിനിയുടെ യാത്രാമുഖം വായിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഒരു മരണ വീട്ടിൽ ആണ്, അതാണ് സീന്. പക്ഷേ തമാശ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുശുകുശിക്കുന്ന സാധനമില്ല, അത് നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ സീനിലൊക്കെ അഭിനയിക്കുമ്പോൾ തന്നെ തോന്നിയില്ല ഇത് ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളത്? തീർച്ചയായിട്ടും. മരിച്ചിട്ട് മാവ് മുറിക്കണം. അപ്പോൾ അതാണ് സീൻ. ഞങ്ങൾക്ക് ഡയറക്ടർ പറഞ്ഞു തരുന്നത്, ഈ മാവാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ മാവ് ഇവിടെ വെച്ച് മുറിച്ചാൽ മതി ഇല്ലേ എന്നുള്ളത്. മനസ്സിലായി. അങ്ങനെയുള്ള ഓരോ സീൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തന്നെ വളരെ ആസ്വദിച്ചിട്ട് തന്നെയാണ് സീൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഓരോ സീൻ കാണുന്ന സമയത്തും ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എടുത്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഓരോ സിറ്റുവേഷനാണ് അത് കംപ്ലീറ്റ് എടുക്കുന്നത്. മരണത്തിൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ മരിച്ച വീട്ടിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ റഷീദ് ആ സമയത്ത് പറയാറുണ്ട്. അപ്പോൾ മരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം. പക്ഷേ അവിടെ ഈ നമുക്ക് കാണുമ്പോൾ അതിൽ ഒരുപാട് കോമഡി എലമെൻറ്റ്സ് ഫീലിംഗ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നാട്ടിൻപുറത്തുള്ള ആളുകളായതുകൊണ്ട് തന്നെ മരിച്ച വീട്ടിൽ ഒരു വലായുധേട്ടുണ്ട്, മൂപ്പരാണ് ഈ ശവം അടക്കുക. അപ്പോൾ ശവം അടക്കണം, മൂപ്പർ വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സൈലൻറ്റോ. കാരണം മൂപ്പർ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവർക്കും അവിടെ ഇൻസൾട്ടായി ഫീൽ ചെയ്യും. എന്താണ് ഈ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലൂർക്ക് ഈ സൈലൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത്, അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ ശവം അടക്കുന്ന സമയത്ത് 2 കല്ലിങ്ങനെ വെച്ചിട്ട് ഒരു കല്ലിങ്ങനെ വെക്കും. എന്നിട്ട് ഇതിലാണ് തീ കൊടുക്കുക. അപ്പോൾ മൂപ്പർ ഓരോ സാധനം പറഞ്ഞാൽ എടുത്തു കൊടുക്കാൻ ആളുകൾ വേണം, ചേരി വേണം, ചിരട്ട വേണം, വിറക് വേണം, ഇങ്ങനെ എടുത്തു കൊടുക്കേണ്ടി വേണം. അപ്പോൾ പെട്ടെന്ന് കല്ലില്ല എന്ന് മൂപ്പരോട് പറയാൻ പറ്റില്ല. മൂപ്പർ അപ്പം ഷൗട്ട് ചെയ്യും, പേടിയാണ് എല്ലാവർക്കും. വെലാട്ടം ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യാന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത് നിൽക്കുക, എന്താ ഇപ്പോൾ വെലാട്ടനോട് ഇപ്പോൾ കല്ലില്ല എന്ന് പറയാം. അപ്പോൾ അവരെല്ലാവരും പറമ്പിൽ ഇങ്ങനെ ഓടി നടക്കുക. അപ്പോൾ ഓളോ ബ്രിക്സ് കിട്ടി 3 അപ്പോൾ വെലാട്ട കല്ലില്ല, ഓളോ ബ്രിക്സ് മതിയോന്ന് എങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചോളാം ചോദിച്ചു, വെലാട്ടാ കല്ല് കിട്ടിയില്ല, ഓളോ ബ്രിക്സ് മതിയോന്ന് ചോദിച്ചു. മതിയോ കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ. അപ്പം മരണ വീട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് തമാശകളുണ്ടാവും. പ്രിയ, ശരിക്കും ചെറിയ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും നിങ്ങളുടെ മുഖം, ഈ ക്യാരക്ടറിനെ നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്, ഇയാൾ എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്നൊരു മുഖവും കൂടെയുണ്ട്. ഇപ്പോഴും മനസ്സിനകത്ത് ഈ വേഷം മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടുകൂടെ ചോദിക്കുക, നമ്മൾ കുറച്ചുകൂടെ വേറെ തരത്തിലുള്ള റോൾസ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നോട്ടബിളായി
ചെയ്യുന്നതല്ലേ അതിനേക്കാളും കുറച്ചുകൂടെ ബെസ്റ്റ്? ഈ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് എന്താണെങ്കിലും പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. അപ്പം വെറുതെ വന്നു പോകുന്ന ഒരു വേഷത്തിനേക്കാളും ഒറ്റ സീനാണെങ്കിലും അതിൽ അയ്യോ ആ ചേച്ചി എന്തോ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് തോന്നണല്ലോ. അപ്പം ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാതെ എനിക്കെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് കിട്ടിയ പടങ്ങളാണ്. പേരല്ലൂർ ചെയ്ത സ്ഥലത്തു നിന്നാണ് ഞാൻ പ്രേമലൂരിൽ എത്തുന്നത്. അത് തന്നെയാണ് ഗുരുവായൂർ പേരല്ലൂരിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഗുരുവായൂർ അമ്പലാടയിൽ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വിളിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എല്ലാം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ വരുന്നത് കോഴിക്കോട് ഒരു ഉള്ളിലേക്കുള്ള സ്ഥലത്തു നിന്നാണ്, ഒരു 8-9 കിലോമീറ്റർ ഉള്ളിലുള്ളതാണ്. പക്ഷേ ഇതുപോലെ ഒറ്റപ്പാലം പോലെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമല്ല കേട്ടോ. ഈ ഒറ്റപ്പാലത്ത് എത്തിയപ്പോൾ തന്നെ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഈ സ്ഥലം തരുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. നമുക്ക് വീടിന് ഒരു ചെറിയ തോട്, അതിൻ്റെ അപ്പുറത്ത് കുറേ പാടം, അതിൻ്റെ അങ്ങനെ. അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ ചെയ്തത്, എൻ്റെ അനിയത്തിയായിട്ട് ചെയ്തത് ചിത്രയാണ്. ചിത്രനെ എനിക്ക് ആദ്യം അറിയാം. അപ്പം ഞങ്ങൾ ഈ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അതിൽ കൂടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. പിന്നെ റീലെടുക്കാൻ പറ്റുന്ന നല്ല സ്ഥലം. അതെ, ഈ റീലിനെ കുറിച്ച് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റീൽ ഓടുക എന്ന് പറയുന്നത്. ഇപ്പോൾ അഴലിൻ്റെ ആഴങ്ങളിൽ ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ട്, അതായത് പല പാട്ടുകളും ഹിറ്റാണ്, നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഈ പുതിയ പിള്ളേർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച പാട്ടുകളിലൊന്നാണ് അഴലിൻ്റെ ആഴങ്ങൾ. ഞാൻ സാറിനെ കണ്ടപ്പോഴും ചോദിച്ചു, സാർ എന്തുകൊണ്ടായിരിക്കും ഇത് റീലായിട്ട് ഇത്രയും ഓടുന്നതെന്ന് ചോദിച്ചു. അതറിയാൻ പാടില്ല, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് റീലായിട്ട്. അതെങ്ങനെയാണ് യാദൃശ്ചികമായി ഇതിനകത്ത് വന്നത്? ഒരു ലാൽ ജോസ് ചിത്രത്തിൽ എങ്ങനെയാണ് ഇത് വന്നത്? ശരിക്കും ഇപ്പം ആലോചിക്കുമ്പോൾ വളരെ അത്ഭുതമായി തോന്നി. ഞാൻ അതിൻ്റെ ആ ഒരു ഷോട്ട് എടുത്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ ലാൽ ജോസ് സാറിന് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വളരെ യാദൃശ്ചികമായിട്ട് ഈ സിനിമയിലൊന്നും സംഭവിച്ചതായിരുന്നു. അപ്പോൾ സാർ എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ പാട്ട് നിങ്ങൾ നോക്കിയാൽ ഞാൻ ആ മൊബൈൽ ഫോണിൽ പാടുന്ന പാട്ട് അഴലിൻ്റെ ആഴങ്ങളിലാണ്. ഇതെന്തിനാണ് വെച്ചത്? അപ്പോൾ നമ്മൾ അവിടെ വളരെ സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ആ ഒരു നിരാശ കാമുകൻ്റെ ആ ഒരു ആംബിയൻസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഋഷിതാണ് സജസ്റ്റ് ചെയ്തത് ആ അഴലിൻ്റെ പാട്ടം കിട്ടേന്ന് പറഞ്ഞു. അപ്പോൾ ആ പാട്ടിടുകയും ഉടനെ ആ രംഗം മുഴുവൻ ആ ഒരു ഇതിലേക്ക് വരികയും ചെയ്തു. അത് ഭയങ്കര ഒരു ശരിക്കും ആ ഒരു ആംബിയൻസ് സൃഷ്ടിച്ച ആ ഒരു വികാരം ഉണ്ടല്ലോ, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു നമുക്ക്. അപ്പോൾ ഞാനത് ആ സമയത്ത് ഞാൻ വെറുതെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു ആ സാധനം കാണിക്കാൻ വേണ്ടി. അത് ഞാൻ പിന്നെ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുന്ന സമയത്താണ് ഞാൻ സാറിന് അയച്ചു കൊടുത്തത്. അത് വളരെ യാദൃശ്ചികമായി തോന്നി. സാറിൻ്റെ എല്ലാ പാട്ടും, സാറിൻ്റെ സൂപ്പർ ഹിറ്റ് ആവാത്ത പാട്ട് എല്ലാ സിനിമയിലും ഒരു പാട്ടും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ രസകരമായി തോന്നി. അത് ഭയങ്കര കോയിൻസിഡൻസ്. എക്സാക്ട്, അതെ. അത് ഭയങ്കര രസമല്ലേ? ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു സിനിമയിൽ പിന്നീട് പ്രസന്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സിനിമയിൽ നമ്മളൊരു പാട്ട് കയറി. എന്തുകൊണ്ടായിരിക്കും ഈ റീൽ ഇത് ഓടുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ എല്ലാവരും കാണുമ്പോഴും ചോദിക്കുന്നുണ്ട്. നിരാശാകാമുകന്മാരുടെ നാഷണൽ ആന്താണ് അതുകൊണ്ട്. അപ്പോൾ അല്ല, ഒന്നാമത് മലയാള സിനിമയിലെ അത്തരം പണ്ട് ഒരുപാട് സന്യാസിനി അത്തരം പാട്ടുകൾ മുമ്പ് സിനിമയുടെ ഒരു ഭാഗമായിട്ട് എല്ലാ സിനിമയിലും ഒരു വിരഹഗാനം, 2 പ്രണയഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു ദുഃഖഗാനം അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. പിന്നീട് അതിങ്ങനെ കുറേശ്ശെ അന്യം നിന്നുപോയി. വിരഹഗാനങ്ങൾക്ക് ഒരു ഒഴിവ് കിടക്കുന്ന ഒരു സമയത്ത് ഈ പാട്ട് വന്നതുകൊണ്ട് പിന്നെ അത് അങ്ങനത്തെ ഒരു വിരഹഗാനത്തിൻ്റെ ഒരു സ്കോപ്പ് പിന്നീട് സിനിമകളിലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അവസാനം കിട്ടിയ വിരഹഗാനം ഇതായതുകൊണ്ട് നിൽക്കും. ഇനി അടുത്ത് ഇതിനേക്കാൾ നല്ലൊരു വിരഹഗാനം വരുമ്പോൾ ഇത് റീപ്ലേസ് ചെയ്യപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ ഈ പടം ഒരുപക്ഷെ ലാൽ ജോസ് സാറ് പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തിയേറ്ററിൽ കൂടുതൽ പേര് കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ പടം ഞാനും കണ്ടതാണ്, ഇത്തരത്തിലുള്ള പടങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. കാരണം പുതിയ സിനിമകൾ പ്രസൻറ്റ് ചെയ്ത്, ഇപ്പോൾ ലാൽ ജോസ് സാർ പുതിയ സിനിമകൾ ഒത്തിരി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ലാൽ ജോസ് സാർ പ്രസൻറ്റ് ചെയ്യുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വന്ന് നിങ്ങൾ കാണണം. കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് നല്ലതാണോ അല്ലേ എന്ന് ഉള്ളത് തീരുമാനിക്കാം. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ട്. താങ്ക് യു.